ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ 2 ചിക്കൻ ബ്രസ്റ്റ് ഇതേ കിടക്കുന്ന കണ്ടില്ലേ, വെള്ളം ഒഴിച്ചിടുക കേട്ടോ. അപ്പോൾ 2 എണ്ണം കണ്ടോണ്ട് ഒന്നും ഓർക്കണ്ട, ഇത് രണ്ടും എനിക്ക് തിന്നാനൊന്നും അല്ല, ഒരെണ്ണം പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഒരെണ്ണം അങ്ങ് മാറ്റി വെക്കുവാണ്. ഇപ്പോൾ ഒരെണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ പരിപാടി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് 1/2 കിലോ ആട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ 1/2 കിലോ എന്ന് പറയുന്നത് നമുക്ക് ഒരു നേരം കഴിക്കാനൊന്നുമല്ല, ഏകദേശം ഒരു 150 ഗ്രാം കണക്കിന് 3 പ്രാവശ്യമൊക്കെ കഴിക്കാൻ കിട്ടും. അപ്പം ഇച്ചിരി വിനീഗർ ഒഴിച്ചിട്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. ഇപ്പോൾ ഇത്തിരി ഐസ് വിടാനും കൂടെ ഉണ്ട്, എന്നാൽ ഇത് കട്ട് ചെയ്യുമ്പോൾ ഐസൊക്കെ പൊക്കോളും. അപ്പോൾ വിനീഗർ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മളിതിന് കൈ പിടിക്കുമ്പോൾ പ്ലക്കെന്ന് പറഞ്ഞ് താഴോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വിനീഗർ ഇട്ടിട്ട് മുറിക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുത്ത് മുറിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിന്ന് ചിക്കൻ എടുക്കുന്നു എന്ന് പറയുന്നതല്ലാതെ എന്നെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഇന്ന് നമുക്കൊരു ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടാണ്, ഡയറ്റ് റെസിപ്പിയാണെന്നും പറഞ്ഞ് ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല. അപ്പോൾ ചിക്കൻ അവിടെ ഇച്ചിരി നേരം ഇരുന്ന് വെള്ളം തോരട്ടെ, നമുക്ക് ആ നേരം കൊണ്ട് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. സബോള എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, പിന്നെ സ്പ്രിംഗ് ഒണിയൻ ആണ്, ഉള്ളിത്തണ്ട്, പിന്നെ എടുത്തേക്കുന്നതാണ് ഒരു ക്യാപ്സിക്കം. അപ്പം നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഇത് ഒരു 3 പ്ലേറ്റ് കണക്കാക്കിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വെജിറ്റബിൾസ് നമ്മൾ വാരിക്കോരി ഇടുന്നത്. കാരണം നമുക്ക് കാർബ് ഒത്തിരി വേണ്ട, റൈസ് ഒത്തിരി വേണ്ട, വെജിറ്റബിൾസ് ആണല്ലോ കൂടുതൽ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂടുതൽ എടുക്കുക. അപ്പോൾ എല്ലാം ഒന്ന് കഴുകി പിറക്കി നല്ല വൃത്തിക്കും മെനക്കുമൊക്കെ എടുക്കണം. അപ്പോൾ സ്റ്റിക്കർ ഒന്ന് ചെത്തിക്കളയുക, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പശ അവിടെ പറ്റി പിടിച്ചിരിക്കും. ഒന്ന് പച്ചക്കറി എല്ലാം കൂടെ എടുത്തേച്ച് ഇങ്ങനെ ചന്നം പിന്നെ അങ്ങ് മുറിക്കുക. അപ്പോൾ ഇങ്ങനെയാണോ ഫ്രൈഡ് റൈസിൽ ഇടുന്നതെന്ന് ഓർക്കും, ഇങ്ങനെയല്ല ഇടുന്നത്. നമ്മൾ ചോപ്പറിനകത്തിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടാട്ടോ ഇടുന്നത്. അപ്പോൾ പച്ചക്കറി എല്ലാം കൂടെ ഇങ്ങനെ കറക്കി എടുക്കാൻ നേരം എല്ലാം കൂടെ മിക്സ് ചെയ്താട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് അഥവാ നമ്മൾ ഈ ക്യാപ്സിക്കം ഒക്കെ ഒറ്റയ്ക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ, അടിച്ചെടുക്കുമ്പോഴത്തേനും അവസാനം ജ്യൂസ് പോലെ ഇരിക്കും. പിന്നെ സ്പ്രിംഗ് ഒണിയൻ ഇടുന്നില്ല, അത് കൈകൊണ്ട് ചുമ്മാ ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഒരു തവണയും കൂടെ കറക്കി എടുക്കാനുള്ള പച്ചക്കറി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കാനുള്ള പാത്രത്തിലോട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി വേറൊരു പാത്രം മെനക്കെടുത്തുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഫ്രീസറിൽ വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് പ്രിസർവ് ചെയ്ത് വെക്കുന്നത്, അതുകൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത്. അതിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ടേ പച്ചക്കറി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ബാച്ചും കൂടെ ഇതുപോലെ തന്നെ കറക്കി എടുക്കാം. അപ്പോൾ ഈ നേരം കൊണ്ട് ഇനിയിപ്പം നമ്മളിതൊന്നും ചെയ്യുന്നില്ല. ചിക്കൻ അവിടെ വെള്ളമൊക്കെ തുറന്നിരിക്കുമല്ലേ, അപ്പോൾ അതിനകത്ത് ഇച്ചിരി ഉപ്പും കുരുമുളകും കൂടെ ഇട്ടൊന്ന് തിരുമ്മി വെക്കാൻ പോവാം. ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ ഒക്കെ വെച്ചാൽ മതി, വേണമെങ്കിൽ കൂടുതൽ നേരം വെക്കാം. അപ്പം തിരുമ്മി വെക്കാൻ വേണ്ടി ഇനി വേറൊരു പാത്രം എടുത്ത് കഴുകാനൊന്നും വയ്യ, ഉണ്ടാക്കാനുള്ള പാത്രത്തിൽ തന്നെ ഇട്ടങ്ങ് തിരുമ്മി വെക്കുവാണേ. സത്യം പറഞ്ഞാൽ മറന്നുപോയി, പിങ്ക് സോൾട്ട് ഇല്ല നമ്മുടെ ഹിമാലയൻ, അത് ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പം സാധാരണ ഉപ്പായിട്ട് കൊടുത്ത് അറിയാതെ മറന്നുപോയി. അപ്പോൾ അദ്ദേഹം അവിടെ ഒന്ന് വിശ്രമിക്കട്ടെ. ആ സമയത്ത് നമുക്ക് നമ്മുടെ സ്പ്രിംഗ് ഒണിയൻ ഇവിടെ വെറുതെ ഇരിക്കുമല്ലേ, അപ്പോൾ അതിനെ എടുത്തിട്ടൊന്ന് കട്ട് ചെയ്യാം. ചെറുതായിട്ടൊന്നും അരിയണ്ട, അത് വെന്ത് കഴിയുമ്പോൾ അങ്ങ് ഷൂന്നില്ലാതായി പൊക്കോളും. അതുകൊണ്ട് ഇച്ചിരി വലുതായിട്ടൊക്കെ അരിഞ്ഞാലും കുഴപ്പമില്ല. സ്പീഡ് കൂട്ടിയിട്ടാണ് കേട്ടോ അരിയുന്നത്. അപ്പോൾ ചിക്കൻ ഇവിടെ വിശ്രമമൊക്കെ കഴിഞ്ഞിരിക്കുക, അതിന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ശകയിൽ. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുമെങ്കിലും ഞാൻ ഇച്ചിരി വെള്ളം എപ്പോഴും ഒഴിച്ച് കൊടുക്കും. കാരണം എനിക്ക് ഇച്ചിരി ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കുന്ന സൗകര്യം, കുറേ നേരം നോക്കിയിരുന്ന് കരിയാതെയൊക്കെ തീ കുറച്ച് വേവിക്കാനുള്ള ക്ഷമയില്ല. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് തുറന്നു കഴിഞ്ഞാലേ ഇത് ഇളക്കി കൊടുക്കുമ്പോൾ ഇടയ്ക്കത്തെ ഭാഗമൊക്കെ വേകാതിരിക്കാം, ഗ്ലാസ് പോലത്തെ കളർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ എല്ലായിടവും വേകും. അല്ലെങ്കിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിങ്ങനെ ഒറ്റക്കട്ടയായിട്ടിരിക്കുക, അതെല്ലാം കൂടെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിച്ചപ്പോൾ വെന്തിട്ടുണ്ട്. ഇച്ചിരി വെള്ളം അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്, അത് കുഴപ്പമില്ല. നമ്മൾ ആ ഒരു റൈസിനകത്തോട്ട് ഇടുമ്പോഴേ ഫ്ലേവറൊക്കെ ഇറങ്ങിയ ടേസ്റ്റ് കൂടും, അതുകൊണ്ട് ഒന്നുകൂടെ വറ്റിക്കുന്നില്ല. അപ്പോൾ ഡയറ്റ് റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. പക്ഷേ ടേസ്റ്റ് ഒലിവ് ഓയിൽ തന്നെ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. സത്യം പറഞ്ഞാൽ അകത്ത് ആദ്യം ഇട്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് എവിടെയെന്ന് ഞാൻ തപ്പുമായിരുന്നു. അതെന്തായാലും ഇച്ചിരി നേരം പുറത്തിരുന്നപ്പം മെൽറ്റായി പോയെന്ന് തോന്നുന്നു. പിന്നെ സ്പ്രിംഗ് ഒണിയനാണ് ഇടുന്നത്, അതിനൊന്നും അധികം വേവില്ല, ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി, അന്നേരം തന്നെ അത് വെന്തോളും. പിന്നെ ടൊമാറ്റോ സോസ്, സോയാ സോസ്, ഇത് രണ്ടും ഹെൽത്തിയാണെന്ന് ഞാൻ പറയത്തില്ല, അതുകൊണ്ട് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്ന് പറഞ്ഞാലും ഞാൻ ചേർക്കും, കാരണം എനിക്ക് ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇല്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചേർക്കും. എന്നും പറഞ്ഞ് നമുക്ക് വെയിറ്റ് ഒന്നും കൂടത്തില്ല, കുറയുക തന്നെ ചെയ്യും. ഇച്ചിരിയല്ലേ ചേർക്കുന്നുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇച്ചിരി ഒഴിച്ചോളാൻ പറഞ്ഞെന്നും പറഞ്ഞ് വാരിക്കോരി ഒഴിക്കല്ല. പിന്നെ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തു, ഒരു 1/2 ടീസ്പൂണോളം എടുത്തു. കാരണം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ പച്ചക്കറി ഉണ്ട്. പിന്നെ നമ്മൾ ചോറും ഉപ്പൊന്നും ഇടാതെ വേവിച്ചതാണ്, അതുകൊണ്ട്
ഇച്ചിരി ഉപ്പിട്ടു. പിന്നെ നമ്മുടെ വേവിച്ച് വെച്ച ചിക്കനും ഒരു ഇത്തിരി വെള്ളമൊക്കെ ഉള്ളൂ, അതും കൂടെ അങ്ങ് ഒഴിക്കുക. അപ്പം ഞാൻ പാകത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തത്, കാരണം സോസിലൊക്കെ ഉപ്പുണ്ട്. പാകത്തിനുള്ള ഉപ്പ് വേണ്ട, ഇച്ചിരി ഉപ്പ് പുറകോട്ട് നിൽക്കുന്നതാണ് നല്ലത്. ഉപ്പ് വെയിറ്റ് കൂടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നമ്മുടെ ബസ്മതി റൈസാണ്, ബ്രൗൺ റൈസാണ്, ദാവത്തിൻ്റെ. അപ്പോൾ അത് അരക്കപ്പിനകത്ത് അളന്നെടുക്കുന്നത്, 3 പ്രാവശ്യമായിട്ട് അളന്നെടുക്കുന്നുണ്ട്. അതായത് ടോട്ടൽ 1.5 കപ്പ് ഞാൻ ഇടുന്നുണ്ട്. 1.5 കപ്പ് ഇട്ടാലും അതിൽ നിന്ന് ഒരു പോർഷനെ നമ്മൾ കഴിക്കത്തുള്ളൂ, അതായത് 1/3 പോർഷനെ നമ്മൾ കഴിക്കത്തുള്ളൂ. 3 പ്ലേറ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അരക്കപ്പ് വീതം എടുക്കുന്നത്. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ കഴിക്കുമ്പം ഒരിത്തിരി കാർബ് മാത്രമേ നമ്മുടെ വയറ്റിൽ പോകത്തുള്ളൂ, കാരണം 3 പ്ലേറ്റ് ആയത് ഉണ്ടാക്കിയേക്കുന്നത്. അതിനകത്ത് കൂടുതലും പച്ചക്കറി ഉണ്ട്, നമ്മുടെ ചിക്കനും ഉണ്ട്. അപ്പം ഈ അരക്കപ്പ് ചോറ് മാത്രമേ നമ്മൾ ഒരു പ്ലേറ്റിനകത്ത് കണക്കാക്കുന്നുള്ളൂ. ഇപ്പോൾ സാധാരണയെന്ന് ഇതിനകത്ത് എന്നാ വ്യത്യാസമെന്ന് ചോദിച്ചാൽ ചിക്കൻ ഇച്ചിരി കൂടുതലുണ്ട്. മറ്റേ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും ചിക്കൻ കിടക്കുന്നത്, ഇതിനകത്ത് നിറച്ച് ചിക്കനുണ്ട്. പിന്നെ റൈസ് ആണെങ്കിൽ ബ്രൗൺ റൈസാണ്, ഇഷ്ടംപോലെ വെജിറ്റബിൾസ് ഉണ്ട്, നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് കഴിക്കാം. എന്നും പറഞ്ഞ് എല്ലാ ദിവസവും കഴിക്കണമെന്നില്ല, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി കഴിക്കാനായിട്ട് സാലഡൊന്നും ആവശ്യമില്ല, അച്ചാർ എടുക്കണ്ട, സോസ് എടുക്കണ്ട, ഇത് മാത്രം കഴിച്ചങ്ങ് സംതൃപ്തി അടയുക.